നമ്മൾ ലേറ്റ് ആണ്. കാരണം ഇവിടുന്ന് ചീത്ത കേൾക്കേണ്ടി വരും. നോക്കാം. കേറിയിട്ടും തീരാത്തൊരു സ്റ്റെപ്പോ. ഫോർത്ത് ഫ്ലോറിലാണ്. ഹായ് ഗായ്സ്. അപ്പോൾ ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു വിഷു സെലിബ്രേഷൻ വ്ളോഗാണ്. നമ്മൾ അപർണയുടെ റൂമിലാണ് കേട്ടോ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയത്. നമ്മൾ ഏകദേശം ഒരു 13 പേരുണ്ടായിരുന്നു. ആക്ച്വലി മൺഡേ ആയിരുന്നു വിഷു എന്നുണ്ടെങ്കിലും മൺഡേ നമുക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും സൺഡേ ആണ് കേട്ടോ വിഷു സെലിബ്രേറ്റ് ചെയ്തത്. സോ നമ്മൾ ഇന്ന് വിഷുവിന് പോട്ട്ലക്ക് ലഞ്ചാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോരോ ഡിഷസ് ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ട് കഴിക്കും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ഡിഷസ്. എന്താ കൊണ്ടുവന്നേ? ഞാൻ കൊണ്ടുവന്ന സാമ്പാർ. ഇല്ല, കാണിച്ചില്ല, തുറന്ന് കാണിച്ചില്ല. കുക്കർ കാണിക്കണ്ട. ഓക്കെ, ആദ്യം കൊണ്ടുവന്നത് സാമ്പാർ. പിന്നെ ഈ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തത് ബീട്രൂട്ട് തോരനാണോ? വാങ്ങിയ കായ. ഇത് ഞാൻ എല്ലാ വാഴ ഡിഷ കൊണ്ടുവന്ന വാഴ വാഴപ്പഴം വാഴ പൊരിച്ചത്. സത്യാണല്ലോ. ഇതെല്ലാം ഞാൻ വാഴ, അതെ, വാഴ റിലേറ്റഡ് ഡിഷസ് ഒക്കെ നിഹാല. ഓക്കെ ഇത് കള്ളി കാബേജ് ഉപ്പേരി. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കോ. ഇതാണ് അവിയൽ. ഇതാണ് സാന്താർ. പുളിയിഞ്ചി, സാന്താർ. കാളൻ. ഞാനും ഹംഗ്രി. ഇതെന്താ? മോരുകറി അത് തിന്നുന്നു. പിന്നെ 2 കറി. സാമ്പാറിന് വിശ്വാസമില്ല. മുരുകറി വേണ്ടേ? പരിപ്പോ എന്തെങ്കിലുമൊക്കെ. ഹാപ്പി വിഷു. ആക്ച്വലി ഇതിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരുക്കങ്ങളും പ്ലാനിങ്ങും എല്ലാം. ബാംഗ്ലൂർ കണിക്കൊന്ന എവിടെ കിട്ടും, വാഴയില എവിടെ കിട്ടും, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇതിന് മുമ്പ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇത്രയും പേരെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് അപർണക്കും ആശിത്തിനാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എല്ലാവരും കൊണ്ടുവന്ന ഫുഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ എല്ലാം കഴിച്ചു. അല്ല, ആൾക്കാർ വരുന്നില്ല. അതിതാണ് ഡാട്ട് ഡാട്ടാണ് വിചാരിച്ചത് കൊള്ളിക്ക്. ഈവനിങ് എല്ലാവരും ഇവിടെ പുറത്തെല്ലാം പോയി. പിറ്റേ ദിവസം രാവിലെ അപർണയുടെ ആതിരയുടെ മക വിഷു കൈനീട്ടം ക്രെഡിറ്റ് ആയിട്ടോ. ഇതിപ്പോൾ ലാഭമായല്ലോ.